Hi friends, welcome all. In this video, we are going to introduce some new basic concepts from the complex analysis. And the concepts are, first one is connected set, and second one is a domain, third one is a region, and the last one is a closed set. In the previous lectures, we have discussed about the neighborhood of a point, discussed about interior points, open sets, boundary points, boundary of a set, etc. And here we are going to discuss some new basic definition, and the definitions are given by connected set, domain, region, closed sets. So first of all, we can look at the definition of each of the following. First of all, we can look at the definition of a connected set. The definition says that an open set S is said to be connected if any 2 points of the set can be joined by a straight line segment or a polygonal line that lies entirely in the set S. അതായത് ഒരു ഓപ്പൺ സെറ്റ് എസ് കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് തന്ന സെറ്റിലെ ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും ആ രണ്ട് പോയിന്റ്സിനെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റുകളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റണം. എത്തരത്തില്? എസ് എന്നുള്ള സെറ്റിൽ ആ ലൈൻ സെഗ്മെന്റിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആകുന്ന രൂപത്തിൽ. ദാറ്റ് മീൻസ് എനി 2 പോയിന്റ്സ്, ഏത് രണ്ട് പോയിന്റ്സ് തന്നാലും ഓഫ് ദ സെറ്റ്, നമുക്ക് ആ സെറ്റിലെ ഏത് രണ്ട് പോയിന്റ്സ് തന്നാലും can be joined by a straight line segment. സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റിനെ കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റണം. ദാറ്റ് ലൈസ്, വെറുതെ പറ്റിയാൽ പോരാ, ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും വേണം. ദാറ്റ് ലൈസ് entirely in the set S. That means if we are given any 2 points from the set S, we can join these 2 points by a straight line segment, and that straight line segment lies entirely in the set S. Then we say that the set open set S is connected. നമുക്ക് ജസ്റ്റ് അതിന്റെ ഒന്ന് രണ്ട് ഫിഗേഴ്സ് വരച്ചിട്ട് എക്സാമ്പിൾ ഒന്ന് കണക്റ്റഡ് ആണോ എന്ന് നോക്കാം. ഇയാളെ നമ്മൾ എസ് എന്നുള്ള സെറ്റ് ആക്കിയിട്ട് എടുത്തു. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ എനിക്ക് നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം? നേരെ ഈ ഒരു ലൈന് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. പക്ഷെ ആ ഒരു ലൈന് വെച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ രണ്ട് പോയിന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ലൈന് എൻറ്റയർലി ദ സെറ്റ് എസിൽ കണ്ടെയ്ൻഡ് അല്ല, നോട്ട് ലൈസ് ഇൻ ദ സെറ്റ് എസ്. ബട്ട് ഇഫ് വി ജോയിൻ ഇൻ ദീസ് 2 പോയിന്റ്സ് ബൈ സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആസ് ദിസ്, നമ്മൾ ഈ ഒരു രൂപത്തിൽ മാർക്ക് ചെയ്യണമെന്നില്ല. ഇതൊരു ലൈൻ സെഗ്മെന്റ്, ഇതടുത്ത ലൈൻ സെഗ്മെന്റ്, ഇതടുത്ത ലൈൻ സെഗ്മെന്റ്, ഇതടുത്ത ലൈൻ സെഗ്മെന്റ്. അപ്പൊ ലൈൻ സെഗ്മെന്റുകളെ കൊണ്ട് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഈ രണ്ട് പോയിന്റ്സിന് ജോയിൻ ചെയ്യാൻ പറ്റി. എൻറ്റയർലി ഏത് സെറ്റിൽ ലൈസ് ചെയ്യുന്നുണ്ട്? എസ് എന്നുള്ള സെറ്റിൽ ലൈസ് ചെയ്യുന്നുണ്ട്. therefore this set is connected. ഇതേപോലെ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ഇതേപോലെ എസ്സിൽ വരുന്ന രൂപത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ സെറ്റ് എസ് കണക്റ്റഡ് ആണെന്ന് പറയാം. ഇനി ഞാൻ വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ് എസ് ആയിട്ട്. ഇവര് രണ്ടാളും കൂടിയുള്ള ഒരു സെറ്റ് എസ് എടുത്തു. ഈ സർക്കിളും വരുന്നുണ്ട്, ഈ ഒരു സർക്കിളും വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. അതായത് എസ് എന്നുള്ള സെറ്റിലെ 2 പോയിന്റ്സ്. ഈ 2 പോയിന്റ്സ് തമ്മിൽ നമ്മൾ ലൈൻ സെഗ്മെന്റ് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ നോക്കണമെന്ന് കരുതാം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമുക്ക് ലൈൻ സെഗ്മെന്റ് വെച്ചിട്ട് എങ്ങനെ പോയാലും, ഏതൊക്കെ ലൈൻ സെഗ്മെന്റിലൂടെ പോയാലും എന്തായാലും ആ ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യൂല? കംപ്ലീറ്റ്ലി എസ് എന്നുള്ള സെറ്റിൽ കണ്ടെയ്ൻഡ് അല്ല, എസ് എന്നുള്ള സെറ്റിൽ ലൈസ് ചെയ്യൂല. therefore this set is not connected. hence a set S is said to be connected if any 2 points of the set can be joined by a straight line segment that lies entirely in the set S. ഈ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ ഹോൾഡ് ചെയ്യേണ്ടത്. ലൈൻ സെഗ്മെന്റുകളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റണം, എൻറ്റയർലി ഇൻ ദ സെറ്റ് എസ്സിൽ ലൈസ് ചെയ്യുന്ന രൂപത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഓപ്പൺ സെറ്റിന് എന്താണെന്ന് പറയും? കണക്റ്റഡ് സെറ്റ് ആണെന്ന് പറയും. therefore the definitions for connected set says that
An open set S is said to be connected if any two points of the set can be joined by a straight line segment that lies entirely in the set S. Okay. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തന്ന ഒരു ഓപ്പൺ സെറ്റ് എല്ലായ്പ്പോഴും കണക്റ്റഡ് ആവണമെന്നില്ല, ചില സമയത്ത് കണക്റ്റഡ് അല്ലാതിരിക്കാം. The given open set may be connected or may be not connected. അത്തരത്തിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് കണക്റ്റഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. If the given open set is connected, then we call the set as a domain. That means a domain is an open connected set. നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഓപ്പൺ കണക്റ്റഡ് സെറ്റ് എല്ലായ്പ്പോഴും ഓപ്പൺ സെറ്റ് എല്ലായ്പ്പോഴും കണക്റ്റഡ് ആവണം എന്ന് ഒരു നിർബന്ധവുമില്ല. കണക്റ്റഡ് ആവാം, കണക്റ്റഡ് അല്ലാതിരിക്കാം. ഗിവൺ ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അത്തരം ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെ എന്തെന്ന് വിളിക്കും? ഡൊമൈൻ എന്ന് വിളിക്കും. Therefore, the definition for domain states that a domain is an open connected set. ഓക്കെ, നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എപ്പോഴാണ് ഒരു ഓപ്പൺ സെറ്റ് കണക്റ്റഡ് ആവുക, കണക്റ്റഡ് അല്ലാതിരിക്കുക, ഡൊമൈനിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് എക്സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ z സാറ്റിസ്ഫൈങ് 1z less than mod z less than 2, and the second one is the set of all z satisfying real part of z not equal to 4. നമുക്ക് രണ്ട് ഫിഗേഴ്സ് ഓരോന്നായിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് വൺ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് സെറ്റ് ഓഫ് ഓൾ z സാറ്റിസ്ഫൈങ് 1 less than mod z less than 2. ഈ ഫിഗർ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോംപ്ലക്സ് പ്ലെയിനിൽ 1 less than mod z less than 2 എന്നുള്ളത് mod z ഈക്വൽ ടു 1 കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറിജിൻ സെന്റർ ആയിട്ടുള്ള 1 റേഡിയസ് ഉള്ള സർക്കിൾ കിട്ടും. ആൻഡ് mod z ഈക്വൽ ടു 2 കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറിജിൻ സെന്റർ ആയിട്ടുള്ള 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളും കിട്ടും. mod z മൈനസ് z naught equal to rho is the equation for the circle centered at z naught and of radius rho. അത്തരത്തിൽ നമ്മൾ 1 less than mod z less than 2 എടുക്കുന്ന സമയത്ത് mod z equal to 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 റേഡിയസ് ഉള്ള z നോട്ടിന്റെ സ്ഥാനത്ത് ആര് വരുന്നത് 0 സെന്റർ ആയിട്ടുള്ള കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു സർക്കിൾ കിട്ടും. അതേപോലെ mod z ഈക്വൽ ടു 2 കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 റേഡിയസ് ആയിട്ട് 0 സെന്റേർഡ് വരുന്ന ഒരു സർക്കിളും കിട്ടും. Therefore, and we have mod z is strictly greater than 1. Therefore, if this is the equation for the circle mod z equal to 1, this inequality expresses the set of all points outside this circle. ഈ സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ്സ് വരും. ആൻഡ് mod z less than 2. mod z less than 2 എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഇൻസൈഡ്. അപ്പൊ രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആനുലാർ റീജിയനിലുള്ള പോയിന്റ്സ് ആണ് വരുന്നത്. Therefore, 1 less than mod z less than 2 consists of all points outside the circle mod z equal to 1 and inside the circle mod z equal to 2. ഈ ഒരു ആനുലസ് റീജിയൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇയാൾ ഓപ്പൺ സെറ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എയിം. ഒരു ഓപ്പൺ സെറ്റിന്റെ കണക്റ്റഡ്നെസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ എന്താവണം? ആ സെറ്റിലുള്ള എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് ആയിരിക്കണം. ഇന്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്താലും ആ പോയിന്റിന് അറൗണ്ട് ആയിട്ട് ഏതൊരു നൈബർഹുഡ് എടുത്താലും അതെന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി അതിന്റെ ഉള്ളിൽ തന്നെ ലൈ ചെയ്യണം. നമ്മൾ ഇവിടെ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ സെറ്റില് 1 less than mod z less than 2 എന്നുള്ളതിൽ ഏത് പോയിന്റ് ചൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ഒരു നൈബർഹുഡ് എങ്കിലും ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓഫ് സ്മോൾ റേഡിയസ് that completely lies inside the set. 1 less than mod z less than 2 എന്നുള്ള സെറ്റിൽ തന്നെ ലൈ ചെയ്യുന്ന രൂപത്തിൽ
ഒരു നൈബർഹുഡ് എങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഏത് പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും. ദാറ്റ് മീൻസ് all the points are interior points and hence the set S is open. The set 1 less than mod z less than 2 is open. ഇനി ഓപ്പൺ ആണെന്ന് അറിഞ്ഞു. ഓപ്പൺ സെറ്റ് കണക്റ്റഡ് ആവണമെങ്കിൽ എന്താവണം? ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും അവരെ തമ്മിൽ നമുക്ക് ലൈൻ സെഗ്മെന്റുകൾ വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റണം. ആ ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യണം? ദാറ്റ് ലൈസ് എൻറ്റയർലി ഇൻ ദ സെറ്റ് യെസ്. ഈ ആനുലസ് തന്നെ റീജിയനിനെ ലൈ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ലൈൻ സെഗ്മെന്റുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റണം. ഏത് രണ്ട് പോയിന്റ് എടുത്താലും ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും നമ്മൾ ചൂസ് ചെയ്താലും നമുക്ക് ഈ ഒരു രൂപത്തിൽ ലൈൻ സെഗ്മെന്റ് വെച്ചിട്ട് ആ പോയിന്റ് രണ്ട് പോയിന്റിലേക്ക് എത്താം. ഇത്തരത്തിൽ ഏത് രണ്ട് പോയിന്റ് എടുത്താലും ആ രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ നമുക്ക് ലൈൻ സെഗ്മെന്റുകൾ വെച്ച് ജോയിൻ ചെയ്തിട്ട് റീച്ച് ചെയ്യാം. ആൻഡ് ദാറ്റ് ലൈൻ സെഗ്മെന്റ്സ് ലൈസ് എൻറ്റയർലി ഇൻ ദ സെറ്റ് എസ്. ദ സെറ്റ് എസ് ഈസ് ഗിവൺ ബൈ 1 less than mod z less than 2. ഹെൻസ് the region, hence the set S is, ഇതിനെ നമ്മൾ S എന്നുള്ളൊരു സെറ്റ് ആക്കി വിളിക്കുകയാണെങ്കിൽ the set S is open. Therefore, the set S defined by the set of all Z satisfying 1 less than mod Z less than 2 is an open set and it is connected. Therefore, it is an open set. Hence, this set is a domain. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ Z സാറ്റിസ്ഫൈങ് റിയൽ പാർട്ട് ഓഫ് Z നോട്ട് ഈക്വൽ ടു 4. രണ്ടാമത്തെ എക്സാമ്പിളിൽ പറയുന്നത് ദ സെറ്റ് ഓഫ് ഓൾ Z സാറ്റിസ്ഫൈങ് റിയൽ പാർട്ട് ഓഫ് Z നോട്ട് ഈക്വൽ ടു 4 എന്നുള്ളതാണ്. റിയൽ പാർട്ട് ഓഫ് Z നോട്ട് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ Z ഈസ് ഈക്വൽ ടു x പ്ലസ് IY എന്നുള്ള രൂപത്തിൽ എഴുതുകയാണെന്ന് കരുതുക. ഇഫ് വി എക്സ്പ്രസ് Z in terms of x and y, if this can be expressed as x plus iy. As real part of Z not equal to 4, we have x not equal to 4. Therefore, if we plotting this on the complex plane, we have x is equal to 4. x is equal to 4 എന്നുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യാം. x is equal to 4 എന്നുള്ള പോയിന്റിലൂടെ നമ്മൾ ഒരു ലൈൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ x is equal to 4 എന്നുള്ള പോയിന്റിലൂടെ നമുക്കൊരു ലൈൻ ജോയിൻ ചെയ്യാം. നമ്മളൊരു ലൈൻ x is equal to 4 എന്നുള്ള പോയിന്റിലൂടെ ജോയിൻ ചെയ്തു. And we have x not equal to 4. This set consists of all the points such that x not equal to 4. x not equal to 4 എന്നുള്ള എല്ലാ പോയിന്റും ഈ സെറ്റിൽ കൺസിസ്റ്റ് ചെയ്യും. That means this set consists of all the points in the complex plane rather than the points on this line. നമ്മൾ x is equal to 4 എന്ന് വരച്ചിട്ടുള്ള ഈ ലൈനിൽ ഉള്ളതല്ലാത്ത ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും എവിടെ സാറ്റിസ്ഫൈ ചെയ്യും? ഗിവൺ സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Therefore, the set includes all the points outside the line x is equal to 4. First of all, our aim is to check the given set is whether open or not. നമുക്ക് given ആയിട്ടുള്ള സെറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആണ് കണക്റ്റഡ് ആണോ അല്ലേ എന്ന് നോക്കുന്നത്. ഓപ്പൺ ആണോ എന്ന് നോക്കാം. ഓപ്പൺ ആവണമെങ്കിൽ എന്ത് വേണം? എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് ആവണം. ഇന്റീരിയർ പോയിന്റ്സ് മീൻസ് ഏതൊരു പോയിന്റ് നമ്മൾ ഈ സെറ്റിൽ നിന്ന് ചൂസ് ചെയ്താലും നമ്മുടെ ഗിവൺ സെറ്റിൽ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട്? എല്ലാ പോയിന്റ്സും ഉണ്ട്. എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ ഉണ്ട്. ഏത് മാത്രമില്ല? x is equal to 4 എന്നുള്ള റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനത്തെ പോയിന്റ്സ് മാത്രം ചെയ്യുക. ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും ഗിവൺ സെറ്റിലുണ്ട്. ഒരു സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് ആവണം. എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് മീൻസ് ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ പോയിന്റിന് അറൌണ്ട് ആയിട്ട് ഒരു നൈബർഹുഡ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ലൈസ് കംപ്ലീറ്റ്ലി ഇൻ ദ സെറ്റ് എസ്. നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തെന്ന് കരുതാം, ആ പോയിന്റ് ഒക്കെ എടുത്താലും നമുക്ക് ഒരു നൈബർഹുഡ് എങ്കിലും മിനിമം എക്സിസ്റ്റ് ചെയ്യും. അയാള് കംപ്ലീറ്റ്ലി ദ ഗിവൺ സെറ്റ് എസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പോയിന്റ്സിനൊന്നും പ്രശ്നമില്ല. ഇനി ഈ ലൈനിന്റെ തൊട്ടടുത്തുള്ള പോയിന്റ്സിനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം. തൊട്ടടുത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ റേഡിയസിൽ ഒരു നൈബർഹുഡ് കാണാൻ പറ്റും. അയാള് ആ ലൈനിനെ മീറ്റ് ചെയ്യാത്ത രൂപത്തിൽ. ലൈനിനെ മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ സെറ്റിന് പുറത്തേക്ക് പോകുന്നില്ല, ഗിവൺ സെറ്റിൽ തന്നെയുള്ള പോയിന്റ് ആണ്. Therefore, all the points are interior point and hence the given set of all Z satisfying real part of Z, that means x not equal to 4 is an open set.
ഇനി ഈ ഓപ്പൺ സെറ്റ് കണക്റ്റഡ് ആണോ അല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏത് രണ്ട് പോയിന്റ്സ് ചൂസ് ചെയ്താലും അവരെ തമ്മിൽ നമുക്ക് എന്ത് പറ്റണം, ലൈൻ സെഗ്മെന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റണം. ആ ലൈൻ സെഗ്മെന്റ് എന്തായിരിക്കണം, ഈ കണ്ടീഷൻ ആണ് ഇമ്പോർട്ടന്റ്. ലൈസ് ഇൻ ദ സെറ്റ് എസ്, എൻറ്റയർലി ലൈസ് ഇൻ ദ സെറ്റ് എസ്. എസിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഗിവൺ സെറ്റിൽ എൻറ്റയർലി ലൈ ചെയ്യുന്ന രൂപത്തിൽ ലൈൻ സെഗ്മെന്റ് എക്സിസ്റ്റ് ചെയ്യണം, ഏത് രണ്ട് പോയിന്റ് തന്നാലും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗിവൺ x is equal to 4 എന്നുള്ള ലൈനിന്റെ രണ്ട് സൈഡിലുള്ള രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്തു. ഇഫ് വി കൺസിഡർ 2 points on the opposite sides of the given line x is equal to 4, റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്താൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ എങ്ങനെ ലൈൻ സെഗ്മെന്റ് വെച്ച് ജോയിൻ ചെയ്താലും അയാൾ ആരെ മീറ്റ് ചെയ്യും, x is equal to 4 എന്നുള്ള ലൈനിനെ മീറ്റ് ചെയ്യും. x is equal to 4 എന്നുള്ള ലൈനിനെ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രണ്ട് ലൈൻ സെഗ്മെന്റുകൾ വെച്ചിട്ട് ലൈസ് ഇൻ ദ സെറ്റ് എസ് എന്നുള്ള രൂപത്തിൽ എന്ത് പറയാൻ പറ്റൂല, ലൈൻ സെഗ്മെന്റ് വിളിച്ച് ജോയിൻ ചെയ്യാൻ പറ്റൂല. മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പക്ഷെ ഏത് പോയിന്റ് എടുത്താലും മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ദ ഗിവൺ ഓപ്പൺ സെറ്റ് ഈസ് നോട്ട് കണക്റ്റഡ്. Therefore, this is not a domain. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ ഡൊമൈൻ അല്ല, ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണ്, ഡൊമൈൻ ആണ്. So we are defined the concepts connected set and domain in the complex plane. Okay, now we can look at the definition of a region. The definition says that a region is a domain in the complex plane with all, some or none of its boundary points. ഡെഫിനിഷൻ പറയുന്നത് ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു ഡൊമൈനിനെ വിളിക്കുന്ന പേരാണ്, ഒരു ഡൊമൈന് തന്നെയാണ്. ആ ഡൊമൈനിൽ എന്താവാം, ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്. ഡൊമൈനിൽ ആരൊക്കെ ഉൾപ്പെടാം, ഡൊമൈൻ യൂണിയൻ ഓൾ ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ് ഓർ സം, ഡൊമൈൻ യൂണിയൻ സം ബൗണ്ടറി പോയിന്റ് ഓർ നൺ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്. അതായത് ഡൊമൈനിൽ ബൗണ്ടറി പോയിന്റ് ഒന്നും തന്നെ ഇല്ലാതിരിക്കാം. Therefore, the definition for region says that is a domain in the complex plane with all, some or none of its boundary points. ഒന്നിക്കലോ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ ചില ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യും, ചില സമയത്ത് ഒരു ബൗണ്ടറി പോയിന്റും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡൊമൈനിനെ തന്നെ വിളിക്കുന്ന പേരാണ് റീജിയൻ. ആൻഡ് ദിസ് ഈസ് എ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്നുള്ളതും ഈ ഒരു സെക്ഷനിൽ റീജിയൻ എന്താന്ന് ഡിഫൈൻ ചെയ്യലാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണക്റ്റഡ് സെറ്റും ഡൊമൈനും പറഞ്ഞത്. ഡൊമൈന് പറഞ്ഞാൽ കണക്റ്റഡ് സെറ്റ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആരെ പറയാൻ പറ്റുള്ളൂ, ഡൊമൈനിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്. അപ്പൊ കണക്റ്റഡ് സെറ്റ് പറയണം. കണക്റ്റഡ് സെറ്റും ഡൊമൈനും പറഞ്ഞിട്ടാണ് നമ്മൾ റീജിയൻ പറയുന്നത്. റീജിയൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഡൊമൈന്, കണക്റ്റഡ് എന്നുള്ള രണ്ട് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തത്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ. ദ ഡെഫിനിഷൻ സേസ് ദാറ്റ് എ റീജിയൻ ഈസ് എ ഡൊമൈൻ in the complex plane with all, some or none of its boundary points. നമുക്ക് ഈ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഡെഫിനിഷൻ പറയുന്നത് a region is a domain in the complex plane with all, some or none of its boundary points. അതായത് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൊമൈന് തന്നെയാണ്. ആ ഡൊമൈനിൽ എന്ത് ചെയ്യാം, ഒന്നിക്കലോ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ചില ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി പോയിന്റ്സും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ റീജിയൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുക, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പൺ കണക്റ്റഡ് സെറ്റ്. ഓക്കെ, ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിച്ചത്. ഇനി ആ ഡൊമൈനിൽ ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാം, ചില ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിലൊക്കെ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു, റീജിയൻ എന്ന് വിളിച്ചു. ഇനി ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അതിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് ആണ്. എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിന് അറൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു പോയിന്റ് എടുത്താലും
നമുക്ക് ആ പോയിന്റിന് അറൗണ്ട് ആയിട്ട് ഒരു നൈബർഹുഡ് എങ്കിലും കാണാൻ പറ്റും. ആ നൈബർഹുഡ് എന്ത് ചെയ്യാൻ പാടില്ല, കംപ്ലീറ്റ്ലി ആ സെറ്റിൽ തന്നെ ലൈ ചെയ്യുന്ന രൂപത്തിൽ. ഇനി ബൗണ്ടറി പോയിന്റിന്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ബൗണ്ടറി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ബൗണ്ടറി പോയിന്റ് ആവണമെങ്കിൽ ആ പോയിന്റിന് അറൗണ്ട് ആയിട്ട് ഏതൊരു നൈബർഹുഡ് എടുത്താലും ആ നൈബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം, ആ നൈബർഹുഡ് കുറച്ച് പോയിന്റ്സ് സെറ്റിലുള്ളതും കുറച്ച് പോയിന്റ്സ് സെറ്റിൽ ഇല്ലാത്ത രൂപത്തിലുള്ള പോയിന്റ്സ് ആവണം. മിനിമം ഒരു പോയിന്റ് എങ്കിലും സെറ്റിൽ ഉള്ളതും വേണം, ഇല്ലാത്തതും വേണം. സെറ്റിൽ ഇല്ലാത്തത് വേണം എന്ന് പറഞ്ഞാൽ ബൗണ്ടറി പോയിന്റ് എന്തല്ല, ബൗണ്ടറി പോയിന്റ് ഒന്നും ഇന്റീരിയർ പോയിന്റ് അല്ല. അപ്പൊ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് എന്ന് പറയുന്ന സമയത്ത് ഓപ്പൺ സെറ്റ് ആയത് പ്രകാരം ഈ സെറ്റിൽ എന്ത് ഉൾപ്പെടൂല, ഒരു ബൗണ്ടറി പോയിന്റും ഉൾപ്പെടൂല. Therefore, a region is a domain in the complex plane. ബാക്കി പറയുന്ന ഡെഫിനിഷൻ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യാം, ചില ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, ബൗണ്ടറി പോയിന്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യൂല. അതിൽ ഈ രണ്ട് ടേമിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്ത് കളയാം. ഡെഫിനിഷനിൽ അത് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഓപ്പൺ കണക്റ്റഡ് എന്നുള്ള ഒരു സംഭവം നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് ബൗണ്ടറി പോയിന്റ്സ് ആ സെറ്റിൽ വന്നാൽ അയാൾ എന്തായിട്ട് മാറൂല, ഓപ്പൺ ആയിട്ട് മാറൂല. Therefore, an open connected set ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, റീജിയൻ ആയിട്ട് മാറും. Therefore, a domain എന്നുള്ളതിനെ നമുക്ക് എന്താക്കിയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്. ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആയത് പ്രകാരം അതിൽ ബൗണ്ടറി പോയിന്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യൂല. ബൗണ്ടറി പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന് അറൗണ്ട് ആയിട്ട് ഏതൊരു നൈബർഹുഡ് എടുത്താലും ആ നൈബർഹുഡിൽ മിനിമം സെറ്റിലുള്ള ഒരു പോയിന്റും വേണം, സെറ്റിൽ ഇല്ലാത്ത ഒരു പോയിന്റും വേണം. സെറ്റിൽ ഇല്ലാത്ത പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ബൗണ്ടറി പോയിന്റ് എന്തായിട്ട് മാറി, ബൗണ്ടറി പോയിന്റ് ഇന്റീരിയർ പോയിന്റ് ആവില്ല. ഇന്റീരിയർ പോയിന്റ് ആകില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഓപ്പൺ സെറ്റ് അല്ല എന്നാണ് അർത്ഥം. Therefore, ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആയത് പ്രകാരം അയാൾ ഇതിൽ എന്തുണ്ടാവൂല, ബൗണ്ടറി പോയിന്റ് ഒന്നും ഉണ്ടാകൂല എന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യാം. Therefore, എല്ലാ ഡൊമൈനുകളും ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, റീജിയൻ ആയിട്ട് മാറും. Therefore, the definition for region, അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. The definition for region or a domain in the complex plane is an open connected set. An open connected set is called a domain and a domain is automatically a region. സോ നമുക്ക് ഇവിടെ ഒരു ഇംപ്ലിക്കേഷൻ കിട്ടി, എല്ലാ ഡൊമൈനും എന്താണെന്ന്, റീജിയൻ ആണ്. അതായത് ഡൊമൈൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആയത് പ്രകാരം ഡൊമൈനിൽ എന്താവൂല, ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാകൂല. Therefore, we have ഡൊമൈൻ ആണെങ്കിൽ അയാൾ എന്തായിക്കോളും, റീജിയൻ ആയിക്കോളും. ഇനി റീജിയണും ഡൊമൈനും രണ്ടും ഒന്നാണോ എന്നുള്ളൊരു ടേം ആണ് നമുക്ക് അവിടെ അളക്കാനുള്ളത്. രണ്ടും ഒന്നല്ല. കാരണം റീജിയൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്, അയാൾ ഒരു ഡൊമൈൻ ആണ്, ഡൊമൈൻ ആയതുകൊണ്ട് അയാൾ റീജിയൻ ആണ്. പക്ഷെ റീജിയനിൽ എന്താവാം, ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ചില ബൗണ്ടറി പോയിന്റ്സ് എങ്കിലും ഡൊമൈനിനോട് കൂടെ ബൗണ്ടറി പോയിന്റ്സിൽ കുറച്ച് ആൾക്കാരെങ്കിലും വരാം, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും വരാം. റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തു, റീജിയൻ ഈസ് എ ഡൊമൈൻ, അതൊരു ഡൊമൈൻ ആണ്. ഡൊമൈനിനോട് കൂടെ എല്ലാ ബൗണ്ടറി പോയിന്റും ഇൻക്ലൂഡ് ചെയ്യാം, ചില ബൗണ്ടറി പോയിന്റ് എങ്കിലും ഇല്ലാതിരിക്കാം. അതായത് ചില ബൗണ്ടറി പോയിന്റ് എങ്കിലും ഉണ്ടാകും, ഒന്നിക്കലോ എല്ലാ ബൗണ്ടറി പോയിന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ചില ബൗണ്ടറി പോയിന്റ് എങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി പോയിന്റ് ഉണ്ടാകില്ല. അപ്പോൾ ഡൊമൈനിൽ നിന്ന് വ്യത്യസ്തമാണ് റീജിയൻ. കാരണം റീജിയനിൽ എന്തുണ്ട്, ബൗണ്ടറി പോയിന്റ് ഉണ്ട്. ബൗണ്ടറി പോയിന്റ് ഉണ്ടെങ്കിൽ അയാൾ എന്തല്ല, ഓപ്പൺ സെറ്റ് അല്ല. ബൗണ്ടറി പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെറ്റ് അല്ല. അപ്പൊ ഓപ്പൺ സെറ്റ് അല്ലാതെ ആവുന്ന സമയത്തും നമുക്ക് എന്താവും, റീജിയൻ ആകും. Therefore, a domain is a region, but a region is not an open set. കാരണം റീജിയനിൽ എന്ത് വരാം, ബൗണ്ടറി പോയിന്റ്സ് വരാം, ബൗണ്ടറി പോയിന്റ്സ് വരാതിരിക്കാം. ബൗണ്ടറി പോയിന്റ്സ് വരികയാണെങ്കിൽ അയാൾ എന്താകൂല, ഡൊമൈൻ ആകൂല. അങ്ങനെ നമുക്കൊരു റീജിയൻ തന്നു എന്ന് കരുതാം. റീജിയനിൽ ഒന്നിക്കലോ എല്ലാ ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ചില ബൗണ്ടറി പോയിന്റ്സ് മാത്രം ഉണ്ടാവാം, ചില തീരെ ബൗണ്ടറി പോയിന്റ് ഇല്ലാതിരിക്കാം. ബൗണ്ടറി പോയിന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്തായിട്ട് മാറും, ഡൊമൈൻ ആയിട്ട് മാറും. ബൗണ്ടറി പോയിന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എ ഡൊമൈൻ വിത്ത് നോ ബൗണ്ടറി പോയിന്റ്. ഡൊമൈൻ യൂണിയൻ നോ ബൗണ്ടറി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡൊമൈനിനോട് കൂടി ഒന്നും കൂടുതൽ കൂട്ടിയിട്ടില്ല.
അപ്പൊ ഡൊമൈനിനോട് കൂടി ഒന്നും കൂടുതൽ കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ റീജിയൻ ഡൊമൈൻ ആയിട്ട് മാറും. ഇനി ചില ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഫുൾ ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാകാം. അങ്ങനെ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഉണ്ടെങ്കിൽ അത്തരം സെറ്റിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. Therefore, the definition for closed set says that, and the definition says that a region containing all its boundary points is said to be a closed set. ഒരു ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ is a region and a region containing all its boundary points. എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സെറ്റ്. സോ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തു. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ്. ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കണക്റ്റഡ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും ആ രണ്ട് പോയിന്റ്സിനെ നമുക്ക് സ്ട്രൈക്ക് ലൈൻ സെഗ്മെന്റുകളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റണം. ആ സ്ട്രൈക്ക് ലൈൻ സെഗ്മെന്റുകൾ കംപ്ലീറ്റ്ലി ആ സെറ്റിൽ തന്നെ ലൈ ചെയ്യുന്ന രൂപത്തിൽ. പിന്നീട് നമ്മൾ ഡൊമൈനിൽ ചില ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു. തീരെ ബൗണ്ടറി പോയിന്റ്സ്, നോ ബൗണ്ടറി പോയിന്റ്സ് ആൻഡ് ഓൾ ബൗണ്ടറി പോയിന്റ്സ്. ഒരു ഡൊമൈനിൽ എല്ലാ ബൗണ്ടറി പോയിന്റും ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി പോയിന്റും ഇല്ലാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ചില ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിൽ. ഒരു ബൗണ്ടറി പോയിന്റും ഇല്ലാത്ത സമയത്ത് അയാൾ ആരായിട്ട് മാറും? ഈ ഒരു രൂപത്തിലാണ് നമ്മൾ റീജിയൻ ഡിഫൈൻ ചെയ്തത്. ആ റീജിയനിൽ ഒരു ബൗണ്ടറി പോയിന്റും ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കേസാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഡൊമൈൻ എന്നുള്ളത് ഇനി ഇക്വലന്റ് ആയിട്ട് മാറും. എല്ലാ ബൗണ്ടറി പോയിന്റും ഡൊമൈനിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ റീജിയനെ നമ്മൾ ക്ലോസ്ഡ് സെറ്റ് എന്ന് വിളിക്കും. ആൻഡ് ചില സമയത്ത് സം ബൗണ്ടറി പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യാം, അതിനെ നമുക്ക് ജനറലി റീജിയൻ എന്നുള്ള കോൺസെപ്റ്റിലും വിളിക്കും. സോ വി ആർ ഡിഫൈൻ ദ കോൺസെപ്റ്റ്സ് ഓഫ് കണക്റ്റഡ് സെറ്റ്, ഡൊമൈൻ, റീജിയൻ ആൻഡ് എ ക്ലോസ്ഡ് സെറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് പിന്നീട് ചെയ്യാം. ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.